വടകരയ്ക്ക് പിന്നാലെ പേരാമ്പ്രയിലും LDF വർഗീയ കാർഡ് ഇറക്കുകയാണെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. സാമുദായികമായി വോട്ട് ചോദിച്ചെന്ന പരാതിയിൽ നോട്ടീസ് ലഭിച്ചാൽ മറുപടി നൽകും. അതേസമയം ഫാത്തിമ തഹ്ലിയയ്ക്കൊപ്പം എത്തിയവരാണ് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് വോട്ട് ചോദിച്ചതെന്ന് പരാതി നൽകിയ കീഴരിയൂർ സ്വദേശി സഫീറ പറഞ്ഞു. അനൗൺസ്മെന്റിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഒരു ദിശ തെറ്റില്ല. ഞങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പൊതുവായിട്ടുള്ളത് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണ്. അവർ കമ്മ്യൂണൽ കാർഡുമായിട്ട് വന്നിരിക്കുക, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസ്മെന്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഈ നാടിന്റെ വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കും, ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കും. അവിടെ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ തിരിയില്ല. വടകരയിൽ എന്താണോ അവർ നടത്തിയത് അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്, അതിൽ എപ്പോഴാണ് മറുപടി നൽകുക? ഞാൻ ഇതുവരെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. അത് കൈപ്പറ്റിയ ഉടനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. പരാതി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് വോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ, മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. സ്ഥാനാർത്ഥിയുടെ കൂടെ വീട്ടിലേക്ക് വന്ന ആളുകളല്ല സംസാരിച്ചത്, പുറത്തുനിന്നുള്ള ആളാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടിയല്ലേ, കുട്ടിയെ വിജയിപ്പിക്കണം എന്നുള്ള, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ പരാതി നൽകിയത്? പാർട്ടി അറിയും. സ്ഥാനാർത്ഥി അറിയോ? ഇല്ല. TP രാമകൃഷ്ണൻ അറിയില്ല. പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. പരാതിയായി മുന്നോട്ട് പോവുകയാണ്. കാരണം വർഗീയത ആ ഒരു ഇതിലേക്ക് പോകാൻ പാടില്ലല്ലോ. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ പേരാമ്പ്ര വിഷയം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ അനൗൺസ്മെന്റ് വിഷയത്തിൽ അത് പരിശോധിക്കും എന്ന സ്ഥാനാർത്ഥി പറയുമ്പോൾ, MA ബേബി പറയുമ്പോൾ അത്തരത്തിലുള്ള പ്രചരണമാണ് UDF നടത്തുന്നത് എന്ന രൂപത്തിലുള്ള പ്രതികരണം MV ഗോവിന്ദൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ചിലർ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ തുടരുന്നത്? ഏതായാലും ഈ അനൗൺസ്മെന്റ് വിവാദത്തിന് പിന്നാലെ വീണ്ടും കുറെ കൂടി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും, അതായത് സാമുദായികമായി വോട്ട് തേടിയെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരോപണമായി പരാതിയായി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് TP രാമകൃഷ്ണൻ ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ആ നോട്ടീസിൽ ഇന്ന് തന്നെ മറുപടി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പെരുമാറ്റ ചട്ട ലംഘനം തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഫാത്തിമ തഹ്ലിയ പറയുന്നത് CPM-ന്റെയും LDF നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പേരാമ്പ്രയിൽ വടകരയ്ക്ക് പിന്നാലെ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നത്. അത്തരത്തിലുള്ള ധ്രുവീകരണ ലക്ഷ്യമാണ് അവരുടെ ഭാഗത്തുണ്ടാവുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ വർഗീയത പറഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിൽ വോട്ട് പിടിക്കേണ്ടത് എന്നുള്ള കാര്യം ഫാത്തിമ തഹ്ലിയ പറയുന്നു. ഏതായാലും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ നോട്ടീസ് ലഭിക്കുന്ന മുറയിൽ അതിന് വേണ്ടുന്ന നടപടികൾ, അതായത് മറുപടി നൽകാം എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ പേരാമ്പ്രയിൽ രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള കാര്യം 3 പേരാണ് നേരത്തെ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അവരെ നമ്മൾ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയത്. സാമുദായികമായി തന്നെ തങ്ങളുടെ പേര് ചോദിച്ച് വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും പേരാമ്പ്രയിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, MA ബേബി നടത്തിയ പ്രതികരണം കൂടി കാണാം. പേരാമ്പ്രയിലെ കാര്യം അവിടുത്തെ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഈ ആക്ഷേപിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടത്താൻ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ അവിടെ സംഭവിച്ചത് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ പ്രവർത്തനം താൻ നടത്തും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് സംബന്ധിച്ച് ചില നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു.